ഏതാണ്ട് വലിയൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ചെറിയൊരു ശതമാനം ഇങ്ങനെ പറയുന്നുണ്ട്. ആ പറയുന്നത് പടം ഒരു ദിവസം കഴിഞ്ഞ് നല്ല റിസൾട്ടോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ടാണ് ആൾക്കാർ ഇതിനെ അക്സെപ്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഒരുപാട് ഫീഡ്ബാക്ക്സ് വരുന്നുണ്ട്. എല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇനിയും ബാക്കിയുള്ളവരും ബാക്കി കാണാൻ ഉള്ളവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒത്തിരി ആൾക്കാർക്ക് പടത്തിന് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഷോയൊക്കെ കൂടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഫസ്റ്റ് പടത്തിൽ തന്നെ കിട്ടിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതൊരിക്കലും അത് ശരിക്കും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരു ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ഹാപ്പിനെസ് ഉണ്ട്. വളരെ ഹാപ്പിയാണ്. നമുക്ക് വീട്ടിൽ പോയായിരുന്നു. അദ്ദേഹം വളരെ സന്തോഷത്തിലാണ്. ഈ പ്രതികരണങ്ങളും കാരണം നമുക്കറിയാം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഈ കഥാപാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ സിനിമ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അതിന് അദ്ദേഹത്തിനോട് നമുക്ക് നന്ദിയുണ്ട്. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. വളരെ ഭയങ്കര ഹാപ്പിയാണ്. അദ്ദേഹം വന്നപ്പോൾ നമുക്ക് എല്ലാവരും അടുത്തോട്ട് വിളിച്ച് എല്ലാവർക്കും പേഴ്സണലി കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. എന്നിട്ട് നമ്മൾക്ക് ഒരുപാട് ഒരു 1.5 മണിക്കൂറോളം അദ്ദേഹത്തിനോടൊപ്പം സ്പെൻഡ് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ടായിരുന്നു. മമ്മൂട്ടിയെ പോലെ ഒരാൾ പ്രതിനായക വേഷം എടുത്തിട്ട് തന്നെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഒരു ന്യൂ കമറായിട്ടുള്ള ഡയറക്ടറിന് വേണ്ടി ചെയ്യുമ്പോൾ താങ്കൾക്കുള്ളൊരു ആ ടെൻഷൻ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. വേറെ ഒന്നുമല്ല, അത് അങ്ങനെ ഒരു ഐഡിയ വന്ന് ആലോചിച്ചപ്പോൾ തന്നെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അപ്പം അതിനകത്ത് അങ്ങനെ ഒരു ടെൻഷനോ അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനാണെങ്കിലും റീവർക്ക് ചെയ്യാനാണെങ്കിലും അദ്ദേഹം അതിൽ ഷൂട്ടിൽ ഇൻവോൾവ് ചെയ്ത രീതിയിലൊക്കെ ആണെങ്കിലും ആ എക്സൈറ്റ്മെൻറ്റിനെ കൂടുതൽ ബിൽഡ് ചെയ്ത് പോയതേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന സാധനത്തിന് അദ്ദേഹത്തിൻ്റെതായ ഇൻപുട്സ് അദ്ദേഹം വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇതിൽ ഇൻവോൾവ് ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറ്റുന്ന പോലെ ഒരുപാട് ഇൻപുട്സ് നമുക്ക് തന്നുകൊണ്ടേയിരുന്നു. അത് ത്രൂ ഔട്ട് ആ ഫിലിം മേക്കിംഗ് പ്രോസസ് ഭയങ്കര എക്സൈറ്റിംഗ് പരിപാടിയായിരുന്നു. മലയാളികൾക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു കഥ തന്നെയാണ്. അതെ, അതൊരു സിനിമാറ്റിക് മോഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി? അത് ആ കഥ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് ഇതിൻ്റെ ബേസ് ഇൻസ്പിറേഷൻ. അപ്പോൾ അതിനെ ഡയറക്റ്റ്ലി അതിനെ ഫോളോ ചെയ്യുന്നതിൽ സിനിമാറ്റിക് ഒരു എക്സൈറ്റ്മെൻറ്റിന് ഒരു പരിധി ഉണ്ടെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഫിക്ഷണൽ എലമെൻറ്റ് കിട്ടിയപ്പോഴാണ് അത് ഒരു സിനിമാറ്റിക് സാധ്യത ഉണ്ടെന്ന് തോന്നിയതും അത് വർക്ക് ചെയ്തു. അപ്പം എനിക്കൊന്ന് ഇൻ്റർവെല്ലിലെ സംഗതികളും അതേപോലെ ക്ലൈമാക്സിലെ ചില എലമെൻറ്റ്സൊക്കെ അതിനോട് ആൾക്കാരുടെ പ്രതികരണം കണ്ടപ്പോൾ ആ ഒരു തീരുമാനം കറക്റ്റായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെയാണ് സിനിമ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് തോന്നുന്നു. ആ തീരുമാനങ്ങളാണ്. ഒരു അതിപ്പം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതിപ്പം ഏറ്റവും ഉദാത്തമായ സിനിമയോ അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായ സിനിമയൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അത് ഇപ്പം അപ്പോൾ അത് മാത്രമല്ല എന്തൊക്കെ ഒരു വിവാദത്തിന് ആ സിനിമ അങ്ങനത്തെ അഭിപ്രായങ്ങളും വരും. അത് സ്വാഭാവികമായ ഒരു സംഗതിയാണ്. നമ്മളതിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ നല്ലൊരു ശതമാനം ഏതാണ്ട് വലിയൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ചെറിയൊരു ശതമാനം ഇങ്ങനെ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അത് പോസിറ്റീവായിട്ട് കാണുന്നു. ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ തന്നെ വെച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂക്കൊരു 8 മാസത്തോളം ഇവിടെ ഇല്ലായിരുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം ചെയ്ത സിനിമയാണ്. മലയാളി പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നിട്ട് താങ്കൾ ചെയ്യുന്നതിലൂടെ ആ ഒരു സന്തോഷത്തോടെ അത് നമുക്ക് എല്ലാവർക്കും ഒരു കുറച്ച് വിഷമ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ക്ലോസ്ലി അസോസിയേറ്റ് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ സാധനം. അപ്പോൾ നമുക്ക് സിനിമയുടെ എന്നുള്ള തോട്ട് പോലും അധികം വരുന്നില്ലായിരുന്നു. ഭാഗ്യത്തിന് അതൊക്കെ റിക്കവർ ചെയ്ത് ടാക്കിൾ ചെയ്ത് വരാൻ സാധിച്ചു. അപ്പം അങ്ങനെ ഒരു സമയത്ത് ആ ഒരു സന്തോഷത്തിൻ്റെ കൂടെ ഈ സിനിമയുടെ ഒരു റിലീസ് നമുക്ക് നടത്താനും ആൾക്കാർ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതായത് അതിൻ്റെ ഒരു സംഗതി അങ്ങനെയായിരുന്നു അതിൻ്റെ കഥയുടെ ഒരു താങ്ക് യു. നമുക്ക് വളരെ ഹാപ്പിയാണ്. ഇന്നലെ വീട്ടിൽ പോയായിരുന്നു. അത് വളരെ സന്തോഷത്തിലാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പറ്റിയാണ് എല്ലാവരും ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണത്. വളരെ ഹാപ്പിയാണ്. അത് പ്ലാനിങ്ങിലാണ്. അതെ,
എന്താ പറയാനുള്ള അതിനെ പറ്റി? അത് ഇവിടെ അങ്ങനെ പിന്നെ അത് പിന്നെ നമ്മുടെ സ്റ്റാർഡത്തിനപ്പുറത്ത് ആക്ടേഴ്സ് എന്നുള്ള രീതിയിലുള്ള അവരുടെ ആ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു ഇത് കാണാനാണ് ആൾക്കാർക്ക് താല്പര്യമെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് ആൾക്കാർ ഇതുപോലെ സ്വീകരിച്ചെന്ന് തോന്നുന്നു. വളരെ ഹാപ്പിയാണ്, നമ്മളും വളരെ ഹാപ്പിയാണ്, അദ്ദേഹം വളരെ ഹാപ്പിയാണ്. ഇതിലെ മ്യൂസിക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെ. സോങ്സ് ആണെങ്കിൽ അതെ. ട്രോൾസ് ഒക്കെ പലതും പറയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ട്. ഒരാള് ഓക്കെ, അത് ആ ഒരു ആളുടെ സോങ്ങുമായിട്ട് സാമ്യമുള്ള പോലെയൊക്കെ പലരും പറയുന്നത്. അല്ല, അത് ഒരു കാലഘട്ടത്തെ നമ്മളെല്ലാവരെയും ഒരുപാട് സ്വാധീനിക്കുകയും ആ കാലഘട്ടം നിറഞ്ഞിരുന്ന ആളാണ് അദ്ദേഹം. അപ്പം നമ്മൾ ആ കാലഘട്ടത്തിലെ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ ഒരു ഇത് വരും. അത് അങ്ങനെ ഒരു താരതമ്യം നമ്മളൊരു അംഗീകാരമായിട്ട് കരുതുന്നു. മുജീബ് അതുപോലെ അത്രയും രസകരമായിട്ട്